ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കൊച്ചു ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു ചെറിയ പ്രാർത്ഥനയോടെ ഈ ക്ലാസ് ആരംഭിക്കാം. നമുക്ക് നമ്മുടെ കൈകൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വലിയ പ്രതീകങ്ങളായ സൗഖ്യകൂദാശകളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയാണ്. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിയുന്ന എല്ലാ കാരുണ്യത്തിനും സ്നേഹത്തിനും ഞങ്ങൾ ഈ സമയം നന്ദി പറയുന്നു. ഈശോയെ, ഈ കൂദാശകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിലൂടെ, കൂടുതൽ പഠിക്കുന്നതിലൂടെ, സഭ ഞങ്ങൾക്ക് നൽകുന്ന ഈ കൂദാശകളിലൂടെ ഞങ്ങളുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാൻ ശക്തി നൽകണമേ. ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ ക്ലാസ്സിൻ്റെ സമയമൊക്കെയും ഞങ്ങളുടെ കൂടെയായിരിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സന്തോഷത്തോടെയും സുഖത്തോടെയൊക്കെ ആയിരിക്കണം. നമുക്കറിയാം, നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൗഖ്യദായക കൂദാശകളെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സൗഖ്യദായക കൂദാശകളെന്ന് അനുരഞ്ജന കൂദാശയും രോഗീലേപനത്തെയും വിളിക്കുന്നതെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ആർക്ക് പറയാം എന്താണ് സൗഖ്യദായക കൂദാശകൾ? യെസ്, നിങ്ങൾ നന്നായി ഉത്തരം പറയുന്നു. എല്ലാവരും നിങ്ങളിത് മനസ്സിലാക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. കാരണം സൗഖ്യവും രോഗത്തിന് ശാന്തിയും നൽകുന്ന കൂദാശകളെയാണ്, ആത്മാവിന് സൗഖ്യവും മനസ്സിന് രോഗശാന്തിയും നൽകുന്ന കൂദാശകളെയാണ് നമ്മൾ സൗഖ്യദായക കൂദാശകളെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രോഗീലേപനത്തെക്കുറിച്ചാണ്. എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചിന്ത, രോഗീലേപനം എന്ന് കേൾക്കുമ്പോൾ തന്നെ മരിക്കാറായ ഒരാൾക്ക് മരണസമയത്ത് നൽകുന്ന കൂദാശ എന്നാണ്. എന്നാൽ നമ്മൾ ഈ കൂദാശയെക്കുറിച്ച് ഇന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾ രോഗീലേപനം എന്ന കൂദാശ കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ പോവുകയാണ്. എന്താണ് രോഗീലേപനം? നമുക്കറിയാം, ഈശോ തൻ്റെ ജീവിതകാലത്ത് ഒത്തിരി നന്മ ചെയ്ത് കടന്നുപോയതായിട്ട് സുവിശേഷകന്മാരെല്ലാവരും അവതരിപ്പിക്കുന്നുണ്ട്. അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നു, ഒത്തിരി രോഗികളെ തൊട്ട് സുഖപ്പെടുത്തുന്നു, പാപമോചനം നൽകുന്നു. ഈശോ ഒത്തിരി പേരുടെ ജീവിതങ്ങൾക്ക് സാന്ത്വനം നൽകുന്നു, ആശ്വാസം നൽകുന്നു, കരുണ പ്രദാനം ചെയ്യുന്നു. ഇതാണ് ഈശോയുടെ ജീവിതത്തിൻ്റെ രത്നച്ചുരുക്കം. അങ്ങനെ നന്മ ചെയ്തുകൊണ്ട് ഗലീലയിലൂടെ കടന്നു പോകുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ രോഗീലേപനം എന്ന ശുശ്രൂഷയെക്കുറിച്ച്, കൂദാശയെക്കുറിച്ച് നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, യഹൂദ ജനതയും ഇസ്രായേൽ ജനവും എല്ലാം രോഗങ്ങൾ തങ്ങളുടെ പാപത്തിൻ്റെ പരിണതഫലമാണെന്ന് മനസ്സിലാക്കിയിരുന്നു. പലപ്പോഴും രോഗം ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നതിൻ്റെ പരിണതഫലമാണ്. പലപ്പോഴും നമുക്കറിയാം, ദൈവത്തിൻ്റെ വഴികൾ വിട്ട് ഒത്തിരിയേറെ ദുർനടത്തം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പലരുടെ ആത്മാവ് രോഗിയായി മാറുന്നു, പലരുടെയും ശരീരം രോഗാവസ്ഥയിലെത്തുന്നു. അങ്ങനെ രോഗാവസ്ഥയിലെത്തിയിരിക്കുന്ന ശരീരത്തെയും ആത്മാവിനെയും വീണ്ടും ഒരു പുതിയ ഊർജം നൽകി, പുതിയൊരു സൗഖ്യം നൽകി ഈശോ തിരിച്ചു കൊണ്ടുവരുന്ന വലിയൊരു അനുഭവം ബൈബിളിൽ നമ്മൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രോഗീലേപനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്ത, ആർക്കെങ്കിലും ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരവസ്ഥ, ആരുടെയെങ്കിലും ആത്മാവിനൊരു രോഗാവസ്ഥയുണ്ടെങ്കിൽ, പാപാവസ്ഥയുണ്ടെങ്കിൽ ആ പാപാവസ്ഥയിൽ നിന്ന് ഒരുവനെ വിമോചിപ്പിക്കുന്ന വലിയൊരു അനുഭവം. ഇതാണ് രോഗീലേപനത്തിൻ്റെ സമയം കൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തിൻ്റെ ഫലമാണ് രോഗമെന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് തന്നെ രോഗക്കിടക്കയിൽ വെച്ച് ഓരോരുത്തരും ദൈവത്തെ വിളിക്കുവാൻ പരിശ്രമിക്കുന്നു എന്നുള്ളത് നിത്യയാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, വേദനയുടെ, പ്രതിസന്ധിയുടെ, വിഷമങ്ങളുടെ ഘട്ടങ്ങളിൽ എല്ലാവരും അറിയാതെ വിളിക്കും, ദൈവമേ. ഇത് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. നമ്മളും മനസ്സിലാക്കേണ്ടത് രോഗീലേപനം എന്ന കൂദാശ പലപ്പോഴും രോഗിയായിരിക്കുന്ന ഒരുവൻ
ദൈവത്തെ അനുസ്മരിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കരുണയ്ക്കായി യാചിക്കുകയും ചെയ്യുന്ന അവസരമാണ്. യാക്കോബ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമ്മൾ ഇത് കണ്ടുമുട്ടുകയും ചെയ്യുന്നുണ്ട്. നമുക്കൊരു കൊച്ചു വീഡിയോ കണ്ട് ഈ ക്ലാസ് മുൻപോട്ട് കൊണ്ടുപോകാം. The sacrament of the anointing of the sick is inherently bound to the mystery of suffering. Though not exclusively meant for the hour of death, it cannot help but remind us of life's fragility. People sometimes avoid this sacrament, preferring not to be reminded of the hard facts of human mortality. But it is precisely when we experience the limits of the human condition and feel the vulnerability of our flesh that the omnipotent, immortal God draws closest to us. In this sacrament, Christ, the good physician, bestows spiritual healing on those who receive it in faith. God in Christ did not distance himself from the harsh realities of suffering and death, but entered into these facts of human existence directly, seeking out those who suffer and offering healing, consolation, and hope. നിങ്ങളെല്ലാവരും ഈ കൊച്ചു വീഡിയോ കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, വൈദികൻ ഒരു രോഗിക്ക് രോഗീലേപനം നൽകുന്ന വീഡിയോയാണ് നമ്മൾ കണ്ടത്. എത്ര താല്പര്യത്തോടെ, എത്ര സന്തോഷത്തോടെയാണ് രോഗക്കിടക്കയിൽ കിടക്കുന്ന ആ സഹോദരി വൈദികനിൽ നിന്നും രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കുന്നത്. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം നമ്മളെ അനുസ്മരിപ്പിക്കുന്ന കാര്യം നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ ഒന്ന് വായിച്ച് കേൾക്കാം. നിങ്ങളെല്ലാവരും ബൈബിൾ എടുക്കുക. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. നിങ്ങളുടെ ഇടയിൽ ദുരിതമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. എന്താണ് രോഗീലേപനം എന്ന കൂദാശയിൽ സംഭവിക്കുന്നതെന്ന് വളരെ വ്യക്തമായി യാക്കോബ് ശ്ലീഹ ലോകത്തെ മുഴുവൻ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും രോഗിയാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ നിങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. വീണ്ടും ആരെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെല്ലാം മോചിക്കപ്പെടട്ടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മ ശക്തിയിലൂടെ രോഗീലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്നതിലൂടെ പാപമോചനം നൽകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് രോഗീലേപനം എന്ന കൂദാശയിലൂടെ ആദ്യമായി പാപമോചനം ലഭിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട്, ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്വർഗം താല്പര്യപ്പെടുന്നുവെങ്കിൽ ശാരീരിക സൗഖ്യം ഇവിടെ സംഭവിക്കുന്നു. ഒത്തിരിയേറെ മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവർ രോഗീലേപനം സ്വീകരിക്കുന്നത് വഴി അവരുടെ രോഗാവസ്ഥ മാറി വലിയൊരു സൗഖ്യത്തിൻ്റെ അനുഭവം അവർ സ്വന്തമാക്കുന്നതായിട്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ആഗ്രഹിക്കുന്ന പക്ഷം അവരുടെ ജീവിതത്തിലേക്ക് രോഗശാന്തി ലഭിക്കുന്നു എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, രോഗീലേപനം എന്ന ശുശ്രൂഷ കൂദാശ ഒരാൾ സ്വീകരിക്കുന്നത് വഴി എന്താണ് സംഭവിക്കുന്നത്? രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും വേദനകളും സമചിത്തതയോടെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരാളെ പഠിപ്പിക്കുകയും ഒരുക്കുകയും ചെയ്യുകയാണ് രോഗീലേപനം എന്ന കൂദാശ. അതുകൊണ്ട് തന്നെ നമ്മൾ രോഗീലേപനം എന്ന കൂദാശയെ മനസ്സിലാക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്നാമതായിട്ട്, പാപം ചെയ്ത മനുഷ്യനെ പാപത്തിൽ നിന്നുള്ള ഒരു മോചനം ദൈവം നൽകുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ്. ഇനി ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ, സ്വർഗം താല്പര്യപ്പെടുന്നുവെങ്കിൽ ഒരുവന് രോഗശാന്തി ലഭിക്കുന്നു. മൂന്നാമതായി, രോഗമുണ്ടാക്കുന്ന
ക്ലേശങ്ങളും പീഡകളും സമചിത്തതയോടെ സ്വീകരിക്കാനുള്ള വലിയ കരുത്ത് ഈ രോഗിക്ക് നൽകുന്നു. പ്രിയമുള്ള കൂട്ടുകാരെ, അതുകൊണ്ട് അതീവ താല്പര്യത്തോടെ വേണം രോഗീലേപനം എന്ന ശുശ്രൂഷ നമ്മൾ സ്വീകരിക്കാൻ. നമ്മളിതിപ്പോൾ പഠിക്കുന്നത് നാളെ പോയി ആര് രോഗീലേപനം സ്വീകരിക്കുന്നത് കൊണ്ടല്ല. നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ മുതിർന്നവരുള്ളപ്പോൾ അവർക്ക് രോഗീലേപനം കൊടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് പലപ്പോഴും അവർ നാളെ മരിക്കുന്നു എന്ന രീതിയിലാണ്. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ, രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരാൾക്ക് ദേവാലയത്തിൽ ചെന്ന് പാപമോചനം ഒന്നും സ്വീകരിക്കാൻ പറ്റിയല്ലാത്തപ്പോൾ രോഗിക്ക് വേണ്ടി സഭ ഔദ്യോഗികമായി പ്രാർത്ഥിക്കുന്ന അവസരമാണ് ഈ രോഗീലേപന കൂദാശ. അതുകൊണ്ട് ഇതൊരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂദാശയല്ല. ഒരിക്കൽ സ്വീകരിച്ചാൽ പിന്നെയും പല ആവർത്തി വ്യത്യസ്തമായ അവസരങ്ങളിൽ ഈ രോഗീലേപനം നൽകാമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് രോഗീലേപനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതീവ താല്പര്യത്തോടെ ഒരു കാലത്ത് സ്വീകരിക്കപ്പെടണമെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരാൾ മരിക്കുന്നതിന് മുമ്പ്, മരണത്തിന് ഒരുങ്ങുമ്പം രോഗീലേപനം സ്വീകരിക്കുക എന്നുള്ളത് ആ മനുഷ്യന് ലഭിക്കുന്ന വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കണക്കാക്കുകയും വേണം. അതുകൊണ്ട് രോഗീലേപനത്തെ നമുക്ക് ഇപ്രകാരം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് രോഗീലേപനം എന്ന കൂദാശയുടെ കർമ്മക്രമത്തെക്കുറിച്ചാണ്. വളരെ ലളിതമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. നിങ്ങളിൽ ആരൊക്കെ രോഗീലേപനം എന്ന കൂദാശയിൽ പങ്കുചേർന്നിട്ടുണ്ട്? നിങ്ങളുടെ വീടുകളിലോ ആശുപത്രികളിലോ ഒക്കെ ആയിരുന്ന് നിങ്ങളുടെ വല്യപ്പച്ചന്മാർക്കും വല്യമ്മച്ചിമാർക്കൊക്കെ ചിലപ്പം രോഗീലേപനം കൊടുത്തത് നിങ്ങൾ കണ്ടിട്ട് കാണും. നിങ്ങൾ ആരൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്? നിങ്ങൾ പങ്കെടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മനസ്സിലൊന്ന് ഓർത്തു നോക്കിക്കേ, എപ്രകാരമായിരുന്നു ആ കൂദാശ പരികർമ്മം ചെയ്തത്? നമ്മൾ ഈ കൂദാശ എപ്രകാരമാണ് പരികർമ്മം ചെയ്തതെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കൊരു കൊച്ചു വീഡിയോ കാണാം. നിങ്ങളെല്ലാവരും ഈ വീഡിയോയിലേക്കൊന്ന് ശ്രദ്ധിച്ചേ. Anointing, physical, mental, and spiritual health are sometimes issues or even crises. The sacrament of anointing confers God's care and concern for the health of those who may be suffering from any illness. This sacrament assures the person of God's and the Church's presence and offers strength in a time of need. Should the illness be terminal, the sacrament, along with the viaticum, prepares the person for their final journey to the Father. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു. നമുക്കറിയാം, രോഗീലേപനം നൽകുന്ന ഒരു പുരോഹിതൻ രോഗീലേപനം എന്ന ശുശ്രൂഷയിലൂടെ ഒരു രോഗിയെ വിശുദ്ധീകരിക്കുന്നു, ആൾക്ക് പാപമോചനം നൽകുന്നു. പാപത്തെ സമചിത്തതയോടെ, രോഗത്തെ സമചിത്തതയോടെ കാണുവാൻ, ആ രോഗം മൂലമുണ്ടാകുന്ന ക്ലേശങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ പ്രാപ്തനാക്കുന്നു, അല്ലെ പ്രാപ്തയാക്കുന്നു. നമ്മളിനി മനസ്സിലാക്കേണ്ടത് രോഗീലേപനം എന്ന കർമ്മക്രമത്തെക്കുറിച്ചാണ്. മാമോദീസ വഴി തൻ്റെ മരണത്തിലും ഉദ്ധാനത്തിലും നമ്മളെ പങ്കാളികളാക്കിയ മിശിഹ നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് പുരോഹിതൻ ഈ രോഗീലേപന കൂദാശ ആരംഭിക്കുന്നത്. മാമോദീസായിലൂടെ തൻ്റെ മരണത്തിലും ഉദ്ധാനത്തിലും നമ്മെ പങ്കാളികളാക്കിയ മിശിഹ നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. ഇതിനുശേഷം പുരോഹിതൻ വിശുദ്ധ ജലം, ഹന്നാൻ വെള്ളം ആ മുറികളിൽ ആ രോഗിയുടെ മേലും അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ മേലും തളിച്ചുകൊണ്ടാണ് ഈ തിരുക്കർമ്മം ആരംഭിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് കാറോസുസ പ്രാർത്ഥന വരെ വിശുദ്ധ കുർബാനയിലെ അതേ കർമ്മക്രമമാണ് വരുന്നത്. പക്ഷേ അതിനിടയിൽ ചെല്ലുന്ന സങ്കീർത്തനങ്ങൾ രോഗി ദൈവത്തോട് നൽകുന്ന അർത്ഥനകളായി കണ്ട് നമ്മൾ അപ്രകാരമുള്ള സങ്കീർത്തനങ്ങളാണ് ഇവയിൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന മാലാഖമാരുടെ കീർത്തനങ്ങളിൽ ആരംഭിക്കുന്നത് മുതൽ കാറോസോസ പ്രാർത്ഥന വരെ കുർബാനയിലെ അതേ കർമ്മക്രമമാണ് ഈ രോഗീലേപന ശുശ്രൂഷയിലും കൂദാശയിലും നമ്മൾ അനുഷ്ഠിക്കുന്നത്. തുടർന്ന് തൈലം വെഞ്ചരിക്കുകയാണ്. ഈ ലേപനം വഴി വേദനകൾ കുറയുകയും ക്ലേശങ്ങൾ അകലുകയും മുറിവുകൾ ഉണങ്ങുകയും ആത്മാവിനും ശരീരത്തിനും സൗഖ്യം ലഭിക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് വൈദികൻ തൈലം ആശീർവദിക്കുകയാണ്. കണ്ടോ, പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതി ആലപിച്ചുകൊണ്ടാണ് വൈദികൻ ഈ തൈലം വെഞ്ചരിക്കുന്നത്. ഇനി തൈലം വെഞ്ചരിച്ച ശേഷം ആ തൈലം ഉപയോഗിച്ച് രോഗിയുടെ ശിരസിൽ, ചുണ്ടിൽ, കയ്യിൽ, കാലിൽ, ചെവിയിൽ എല്ലാം പൂശുകയാണ്. ഈ വെഞ്ചരിച്ച തൈലം ഉപയോഗിച്ച് രോഗി
അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ പാപങ്ങളും നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈദികൻ ഓരോ അവയവങ്ങളിലും പ്രത്യേകമായി തൈലം പൂശിക്കൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്. തലയിൽ, നെറ്റിയിൽ തൈലം പൂശിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണുകളിൽ തൈലം പൂശി കാഴ്ചയാലുണ്ടായ പാപങ്ങളെ നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ചെവിയിൽ തൈലം പൂശിക്കൊണ്ട് കേൾവി കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കയ്യിൽ തൈലം പൂശിക്കൊണ്ട് കൈകൾ കൊണ്ട് ചെയ്യാതെ പോയ നന്മകളെ ഓർത്ത്, കൈകൾ കൊണ്ട് ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് മനസ്തപിച്ച് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നന്മയുടെ പാതയിലൂടെ ചരിക്കേണ്ട പാദങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും തിന്മയുടെ വഴികളിലൂടെ ചരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവയെക്കുറിച്ച് മനസ്തപിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ആ പാപങ്ങൾ മോചിച്ചുകൊണ്ട് തൈലം പൂശി പുരോഹിതൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായ വിശുദ്ധീകരണം ഇവിടെ സാധ്യമാകുന്നുവെന്ന് രോഗിയെയും ആ ചുറ്റുപാടുമുള്ള എല്ലാവരെയും അനുസ്മരിപ്പിക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന ഒരു കർമ്മക്രമമാണ് രോഗീലേപനം എന്നുള്ള കൂദാശകൾക്കുള്ളത്. നിങ്ങൾക്കറിയാം, ഇതിൽ പങ്കെടുത്തവർക്ക് ഒരു ഹൃദയസ്പർശിയായ രംഗമാണ് ഈ കൈയിലും കാലിലും കണ്ണിലും ചെവിയിലും അധരത്തിലുമെല്ലാം തൈലം പൂശുന്ന വൈദികൻ നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ലേപനത്തിന് ശേഷം ഹൃദയം തകർന്നവരെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു എന്ന ഒരു ഗീതം, മനോഹരമായ ഒരു ഗീതം ആലപിക്കുന്നു. ഈശോ ഒരു രോഗിക്ക് നൽകുന്ന സൗഖ്യം എന്തെന്ന് നമ്മളെല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഗീതം. അങ്ങനെ ദൈവം രോഗീലേപനം എന്ന കൂദാശയിലൂടെ രോഗിക്ക് നൽകുന്ന സൗഖ്യവും ആത്മാവിന് നൽകുന്ന വലിയൊരു മനഃശാന്തിയും രോഗങ്ങൾ മൂലമുള്ള ക്ലേശങ്ങൾ സമചിത്തതയോടെ സ്വീകരിക്കാനുള്ള വലിയ കൃപയും നൽകുന്നു എന്ന് അനുസ്മരിപ്പിക്കുന്നു ഈ ഗീതം. തുടർന്ന് അനുരഞ്ജന കാറോസൊസ ചൊല്ലി ദൈവത്തോട്, സഹോദരങ്ങളോട് വന്നുപോയ തെറ്റുകളെപ്പറ്റി അനുരഞ്ജനപ്പെടുകയാണ്. ശേഷം ഈ രോഗിക്ക് വിശുദ്ധ കുർബാന കൊടുക്കുകയാണ്. അങ്ങനെ പൂർണ്ണ ഒരുക്കത്തോടെ, നിർമ്മലമായ ഹൃദയത്തോടെ, പരിശുദ്ധമായ മനസ്സാക്ഷിയോടെ രോഗി ഈശോയെ സ്വീകരിക്കുകയാണ്. അതിനുശേഷം കൃതജ്ഞതാസ്തോത്ര പ്രാർത്ഥനകളാണ് നമ്മൾ നടത്തുന്നത്. ഈ രോഗിക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പിൻ്റെയും മാർത്തോമാശ്ലീഹായുടെയും സഭയിലെ മറ്റു വിശുദ്ധരുടെയും വിശുദ്ധാത്മാക്കളുടെയും ഈ സഹോദരൻ്റെ പേരിന് കാരണഭൂതനായിരിക്കുന്ന വിശുദ്ധൻ്റെ എല്ലാം മാധ്യസ്ഥം തേടി ഈ രോഗീലേപന പ്രാർത്ഥനകളിൽ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ രോഗീലേപന പ്രാർത്ഥനയുടെ സമയത്ത് സർവ്വ മാലാഖമാരുടെയും സർവ്വ വിശുദ്ധരുടെയും മധ്യസ്ഥം തേടി ഈ മനുഷ്യനെ ഇങ്ങനെ ഇപ്രകാരം ഈ രോഗാവസ്ഥയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരുക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ അവസാനമായി ഈ കൃതജ്ഞതാസ്തോത്ര പ്രാർത്ഥനകൾക്ക് ശേഷം രോഗിയെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത സമൂഹത്തെയും കാർമ്മികൻ ആശീർവദിക്കുന്നതോടെ രോഗീലേപന പ്രാർത്ഥന പരിപൂർണമാവുകയാണ്. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ എന്താണ് രോഗീലേപനമെന്ന്, എപ്രകാരമാണ് നമ്മുടെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലുള്ള സീറോ മലബാർ സഭയിലെ നമ്മൾ ഓരോരുത്തരും ഈ രോഗീലേപന കൂദാശ അനുഷ്ഠിക്കുന്നതെന്ന് കർമ്മക്രമങ്ങൾ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ സമയമായിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, രോഗീലേപനം മരണ സമയത്ത് നൽകുന്ന ഒരു കൂദാശയല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ ഒരു കാലത്ത് അന്ത്യകൂദാശ എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് അതുകൊണ്ട് അതിനെ രോഗീലേപനം എന്നാണ് പറയുന്നത്. രോഗിക്കുള്ള ഔഷധം, രോഗിക്കുള്ള ലേപനം, അതുകൊണ്ടാണ് രോഗീലേപനം എന്ന് വിളിക്കുന്നത്. ഇത് സൗഖ്യദായക കൂദാശ എന്ന് പറയുന്നത് എല്ലാവരും ഈ രോഗീലേപനം നൽകുന്നതിലൂടെ ആത്മാവിന് ഒരു ഉണർവ് ലഭിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു, രോഗത്തിനൊരു സൗഖ്യം ലഭിക്കുന്നു. രോഗമുണ്ടാക്കുന്ന ക്ലേശങ്ങൾക്ക് ഒരു സമചിത്തതയോടെ അത് സ്വീകരിക്കാനുള്ള കരുത്ത് നൽകുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഈ രോഗീലേപന ശുശ്രൂഷ നമ്മളും ഒരുക്കത്തോടെ സ്വീകരിക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്തകൾ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു സമയത്ത് അവർക്ക് രോഗീലേപനം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചെന്ന് പറയണം, ഇത് രോഗീലേപനം എന്ന ശുശ്രൂഷയിലൂടെ നമുക്കുണ്ടാവുന്ന ദൈവാനുഗ്രഹങ്ങളെക്കുറിച്ച് പറയണം. അതുകൊണ്ട് നമുക്ക് ഈ രോഗികളായിരിക്കുന്നവരോട് അനുകമ്പ കാണിക്കുവാൻ,
കരുണ കാണിക്കാൻ, സ്നേഹം കാണിക്കാനൊക്കെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇത് നിങ്ങൾ ഓരോരുത്തരും മറക്കാതിരിക്കുക. പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ ഒരു വശമാണ്, നമ്മൾ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ രോഗികളായി മാറും. നമ്മൾ രോഗം മൂലമുള്ള ക്ലേശങ്ങൾ അനുഭവിക്കും, സഹനങ്ങൾ ഏറ്റെടുക്കും. ഇതെല്ലാം ഈശോയുടെ കുരിശിനോട് ചേർത്ത് സഹിക്കുവാൻ, അങ്ങനെയുള്ള അവസരത്തിൽ വളരെ ഒരുക്കത്തോടെ സഭ എനിക്ക് വേണ്ടി, എൻ്റെ ആത്മാവിൻ്റെ ആശ്വാസത്തിന് വേണ്ടി, എൻ്റെ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി, എൻ്റെ ആത്മാവിൻ്റെ പരിപോഷണത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രോഗീലേപനം എന്ന കൂദാശ ഞാനും അതീവ താല്പര്യത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കണമെന്ന് ആ സമയം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ 9ാം ക്ലാസ്സിൽ ഇത് പഠിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ബോധ്യം, ഇതെൻ്റെ ജീവിത അന്ത്യം അടുക്കുമ്പോഴേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കേണ്ട വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. രോഗീലേപനം എന്ന കൂദാശ നമുക്ക് സാന്ത്വനം നൽകുന്ന, നമുക്ക് ദൈവത്തിൻ്റെ കരുണ എന്തെന്ന് വെളിപ്പെടുത്തുന്ന അനുഭവമാക്കി മാറ്റണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉണ്ട് നമുക്ക് ഈ സമയം നിങ്ങളോട് പറയാനുള്ള ഒരു ഹോംവർക്ക്, ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് 5 ചോദ്യങ്ങൾ ഈ പാഠത്തിനെ സംബന്ധിച്ചുണ്ട്. അത് നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി അത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. അത് നിങ്ങളുടെ അധ്യാപകരെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഹോംവർക്ക്. ഇനി നമുക്ക് ഓർമ്മിക്കാനായിട്ട് ഒരു വചനം, നമ്മൾ ആദ്യമേ എടുത്തു വായിച്ച ബൈബിളിലെ വചനം തന്നെ, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം തിരുവചനം. നിങ്ങളിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ അവർ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. നമുക്കതുകൊണ്ട് ഈ പാഠം നമ്മുടെ ജീവിതത്തിൽ രോഗി എപ്രകാരം രോഗത്തെ മനസ്സിലാക്കണമെന്നും എപ്രകാരം ദൈവത്തെ വിളിക്കണമെന്നും നമ്മുടെ രോഗാവസ്ഥയിൽ സഭ നമ്മളെ എപ്രകാരമാണ് രോഗീലേപനം എന്ന കൂദാശയിലൂടെ സഹായിക്കുന്നതെന്ന്, നമ്മളോട് കരുണ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാനും നമ്മൾ ഈ പാഠം പഠിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ പാഠം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും വലിയൊരു വഴിവിളക്കാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു കൊച്ചു പ്രാർത്ഥനയോടെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. സ്നേഹനാഥനായ ഈശോയെ, സൗഖ്യദായക കൂദാശകളെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു, പഠിക്കുകയായിരുന്നു. ഇന്ന് ഞങ്ങൾ രോഗീലേപനം എന്ന കൂദാശയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാൻ, നല്ല ബോധ്യങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു. പരിശുദ്ധാത്മ ശക്തി കൊണ്ട് ഞങ്ങളുടെ ആത്മാവിന് നൽകുന്ന വലിയ ശാന്തിയെയും, ദൈവ തിരുമനസ്സാകുന്നുവെങ്കിൽ രോഗീലേപനത്തിലൂടെ രോഗിക്ക് നൽകുന്ന സൗഖ്യത്തെക്കുറിച്ചും, അതിലെല്ലാം ഉപരിയായി രോഗം നൽകുന്ന ക്ലേശങ്ങൾ സമചിത്തതയോടെ സ്വീകരിക്കാനുള്ള വലിയ മനസ്സിൻ്റെ തുറവിയെല്ലാം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും എന്നെങ്കിലും രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഈശോയെ, അങ്ങ് പരികർമ്മം ചെയ്ത, അങ്ങ് അനേകർക്ക് ആശ്വാസം നൽകിയ ഈ രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കുവാൻ, ഒരുക്കത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിത്യം പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാര, ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.